ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. രാധിക, കൂടുതൽ കൂടുതൽ ആപത്തുകളെ താൻ വാങ്ങിച്ചു വെക്കാൻ പോകുന്നത്. സാരയില്ല, അനാഥയായി എനിക്കൊരു മേൽവിലാസം ഉണ്ടാക്കി തന്ന കുടുംബം, അവർക്ക് വേണ്ടി ചത്താലും എനിക്ക് കുഴപ്പമില്ല. എന്റെ മോളെ ഈ അവസ്ഥയിൽ ഇവിടെ വിട്ടു പോവാൻ എനിക്കാവില്ല. ഇവരൊക്കെ ഇങ്ങനെ ചെയ്താൽ എന്താണോ ചെയ്യുക? ഇത്തരത്തിൽ ന്യായീകരിക്കാൻ ആളുകൾ ഉള്ളതുകൊണ്ടാണ് കുറ്റവാളികളും കുറ്റകൃത്യങ്ങളും കൂടുന്നത്. ഹലോ ഹലോ, അമ്മയാ മോളെ. അമ്മയപ്പ എവിടെയാ? ഞങ്ങള് പോലീസ് സ്റ്റേഷനിൽ വന്നു. അവള് ലോക്കപ്പിൽ കിടക്ക. എത്ര കരഞ്ഞു പറഞ്ഞിട്ടും പോലീസുകാർ വിടുന്നില്ല. അച്ഛൻ വരുണിനെ വിളിച്ചിരുന്നു. വരാൻ പറ്റില്ലെന്ന് വരുൺ പറഞ്ഞു. അച്ഛൻ സ്റ്റേഷനിൽ നിരാഹാരം ഇരിക്കുക. നമുക്കാരും ഇല്ലല്ലോ മോളെ. നമ്മുടെ ഗതി ഇങ്ങനെയായി പോയല്ലോ. അമ്മ അമ്മക്കറിയല്ലേ, ആൺകുട്ടികൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറിയ കാര്യം പറഞ്ഞ് ചില അമ്മമാര് വേദനയോടെ എന്റെ മുന്നിൽ കരയാറുണ്ട്. അന്നൊന്നും അമ്മ വിചാരിച്ചില്ല ഇങ്ങനൊരു ഗതി ഈ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവുമെന്ന്. അമ്മ അമ്മ വിഷമിക്കല്ലേ, ഞാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കാം. ഇവിടെ എല്ലാരും പ്രിയങ്ക ചെയ്ത തെറ്റിന്റെ കാഠിന്യാ പറയുന്നത്. എനിക്ക് അവരോട് പറഞ്ഞു നിൽക്കാൻ പറ്റുന്നുമില്ല. പറഞ്ഞ കാര്യങ്ങൾ അവള് ചെയ്തതാണെങ്കിൽ അതിനേക്കാൾ വലിയ ക്രൂരത വേറെയില്ല. പക്ഷെ ഇട്ടിട്ട് പോവാൻ പറ്റില്ലല്ലോ. പെറ്റമ്മയായി പോയില്ലേ. അമ്മ ഫോൺ വെക്ക്, ഞാൻ വരുണിനോട് തന്നെ ഒന്ന് സംസാരിക്കട്ടെ. ആർക്കും വരാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട. അവളെ കോടതിയിൽ കൊണ്ടുപോവുകയോ അച്ഛൻ ഇവിടെ ഇരുന്ന് അവസാനിക്കുകയോ എന്തേലും ചെയ്യട്ടെ. നീ ഫോൺ വെച്ചോ, ഞാൻ അച്ഛന്റെ അടുത്തേക്ക് ചെല്ലട്ടെ. ഞാൻ തന്നെ കുറിച്ച് ആലോചിച്ചാ നിൽക്കുന്നേ. കൃത്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടല്ലോ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. വരുൺ എന്റെ അച്ഛനമ്മയും പോലീസ് സ്റ്റേഷനിലാണുള്ളത്. അച്ഛൻ എത്ര കരഞ്ഞു പറഞ്ഞിട്ടും പ്രിയ അവർ അച്ഛനൊപ്പം വിടുന്നില്ല. അതെങ്ങനെ വിടും? ഗൂഢാലോചനയും വധശ്രമവും ഒക്കെ പോലീസുകാർ വിടില്ല. അച്ഛൻ സങ്കടം സഹിക്കാതെ പോലീസ് സ്റ്റേഷനിൽ നിരാഹാര വ്രതം ഇരിക്കുക. പാവം. ഇപ്പോഴും ആ മനുഷ്യൻ വിചാരിക്കുന്നുണ്ടല്ലോ സ്വന്തം മകൾക്കൊരു കളങ്കമില്ലാന്ന്. എടോ, പ്രിയങ്ക ഇതും ചെയ്യും, ഇതിലും വലിയ കാര്യങ്ങളും ചെയ്യും. കാരണം അയാളുടെ മനസ്സ് അത്രയ്ക്കും ക്രൂരമാണ്. വരുൺ, ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോണം. അച്ഛനെ അമ്മ ഒന്ന് കാണണം. ഞാൻ പോകില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ ഞാൻ പറഞ്ഞതാ. തനിക്കറിയോ, ഓരോ ദിവസവും ഞാൻ എന്റെ മനസ്സിൽ എത്രമാത്രം കരയുന്നുണ്ടെന്ന്. അതെന്തിനാണെന്നറിയോ? തന്നെ എനിക്ക് സ്വന്തമാക്കാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത്. ആ കരച്ചിൽ കേട്ട് കേട്ട് അവസാനം ദൈവം എടുത്ത തീരുമാനമായിരിക്കും ഈ സംഭവം. ഇതോടെ അവൾ എന്റെ ജീവിതത്തിൽ നിന്നും കണിമംഗലത്തു നിന്നും പുറത്താകാൻ പോകുന്നു.
പിന്നെ ഞാൻ പറയാറുള്ളത് പോലെ ഒന്നിച്ച് നമ്മൾ ജീവിക്കും. എനിക്കതൊന്നും കേൾക്കണ്ട. എന്റെ അനിയത്തി തെറ്റ് ചെയ്യില്ലെന്ന് എന്റെ അച്ഛനും അമ്മയും വിശ്വസിക്കുന്നുണ്ട്. എനിക്കും അവളെ വിശ്വാസം. അവളെ വിശ്വസിക്കാൻ കൊള്ളാത്തവളാണെന്ന് ഞാൻ തെളിവ് തന്നാലോ? എന്ത് തെളിവ്? പ്രിയങ്ക പണം കൊടുക്കുന്ന ആർക്കാ? താൻ അഭിനയിച്ച സിനിമയിലെ സംഘടന സഹായികൾക്ക്. ഇവർക്കാണ് താൻ വെള്ളച്ചാട്ടത്തിലേക്ക് ചാടുമ്പോൾ തന്നെ സംരക്ഷിക്കാനുള്ള ഡ്യൂട്ടി ഉള്ളത്. ആ ഡ്യൂട്ടിയിൽ അവർ വിട്ടുവീഴ്ച കാണിച്ചു. എല്ലാവരും തിരിയുന്നതിന് മുമ്പ് അവർ സെറ്റിൽ നിന്നും അപ്രത്യക്ഷരായി. അതെങ്ങനെയാണ്? എടോ, പണം കൊടുത്ത് സ്വാധീനിച്ച് പ്രിയങ്ക അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചല്ലോ ഇതൊക്കെ. അപ്പൊ തന്നെ കൊല്ലാൻ വേണ്ടി തന്നെ ആയിരുന്നില്ലേ? പിന്നെ എങ്ങനെയാണോ ഇതൊക്കെ ക്ഷമിക്കാൻ പറ്റുന്നത് തന്നെ കൊണ്ട്? ഞാൻ ക്ഷമിക്കില്ല. എന്റെ പെണ്ണിനെ കൊല്ലാൻ ശ്രമിച്ചവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാതെ ഞാൻ വിശ്രമിക്കുകയില്ല. എടോ, എനിക്ക് ലോകത്ത് ഏറ്റവും വലുത് താനാ. തന്നെ സംരക്ഷിക്കാൻ വേണ്ടി ഈ ലോകത്ത് ആരെ അവഗണിക്കാനും എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ എനിക്ക് ലോകത്തെ ഏറ്റവും വലുത് എന്റെ അച്ഛനും അമ്മയാ. ഞാൻ ആരുടെ വേണമെങ്കിലും കാലിൽ വീഴും, എത്ര വേണമെങ്കിലും കെഞ്ചും. എനിക്ക് എന്റെ പ്രിയെ രക്ഷിച്ചെടുത്തേ പറ്റൂ. എന്റെ അച്ഛന്റെ ജീവൻ എനിക്ക് രക്ഷിച്ചേ പറ്റൂ. രാധിക, കൂടുതൽ കൂടുതൽ ആപത്തുകളെ താൻ വാങ്ങിച്ചു വെക്കാൻ പോകുന്നത്. സാരയില്ല, അനാഥയായി എനിക്കൊരു മേൽവിലാസം ഉണ്ടാക്കി തന്ന കുടുംബം, അവർക്ക് വേണ്ടി ചത്താലും എനിക്ക് കുഴപ്പമില്ല.